നിർഭൻ, SITയുടെ അടുത്ത് നീക്കമെന്ന് പറയുന്നത് ഇനി ഡി മണി ഒപ്പം തന്നെ ശ്രീകൃഷ്ണൻ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക എന്നതാണ്. അതിനുശേഷമായിരിക്കും കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങൾ വേണമോ വേണ്ടയോ എന്നതിലേക്കൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയല്ലേ? തീർച്ചയായും. കാരണം മനു മുഖവരായി സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിണ്ടിക്കലിലാണ് കഴിഞ്ഞ ദിവസം SIT സംഘമെത്തി ഈ ഡി മണിയെ കണ്ടത്. അപ്പോൾ ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള ദുരൂഹത ഇപ്പോഴും തുടരുന്നുണ്ട്. MS മണിയാണോ ഡി മണിയാണോ, മറ്റൊരു പേരിലാണ് അദ്ദേഹം, താനല്ല നിങ്ങൾ ഉദ്ദേശിച്ചു വന്ന ആളല്ല താനെന്ന് ആയിരുന്നു ഡി മണി ആദ്യം SIT സംഘത്തിനോട് പറഞ്ഞത്. പക്ഷേ ഫോൺ രേഖകളും മറ്റ് വിശദാംശങ്ങളും, അതായത് വിദേശത്തുള്ള വ്യവസായി സംരംഭകൻ നൽകിയ ഒത്തുനോക്കിയ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് SIT സംഘം തിരയുന്ന ഡി മണി തന്നെയാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം. അത് സ്ഥിരീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒപ്പം തന്നെ ഇയാളുടെ കൂട്ടാളിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യലിലേക്ക് SIT സംഘം കടക്കുക. ഇയാൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതായത് ഇയാളെ നേരിട്ട് ഹാജരായി മൊഴി നൽകുന്നതിനുള്ള നോട്ടീസ് SIT സംഘം ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. ആ മൊഴിയിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴിയാണ്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന വിശദാംശങ്ങളും ഒപ്പം തന്നെ ഈ ഡി മണി നൽകിയ വിവരങ്ങളും തമ്മിൽ പരസ്പര വിരുദ്ധമോ എന്തെങ്കിലും മൊഴിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്, ദുരൂഹതയുണ്ട് എങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകും. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനൊപ്പം കൂട്ടാളിയായിട്ടുള്ള ശ്രീകൃഷ്ണനൊപ്പം ഇരുത്തിയുള്ള ചോദ്യം ചെയ്യൽ SIT സംഘം കടക്കുക. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വിദേശത്തേക്ക് അടക്കം ഇങ്ങനെയുള്ള വിലപിടിപ്പുള്ള അമൂല്യ വസ്തുക്കൾ കടത്തിയിട്ടുണ്ട് എന്നതായിരുന്നു ഈ വിദേശത്തുള്ള വ്യവസായി നൽകിയ മൊഴിയിൽ പറയുന്നത്. അതനുസരിച്ചുള്ള സ്ഥിരീകരിച്ചിട്ടുള്ള വിവരങ്ങൾ ഡി മണിയിൽ നിന്ന് ലഭിക്കൂ എന്നതാണ് പോലീസ് സംഘം SIT സംഘം പരിശോധിക്കുന്നത്. ഇവരുടെ മുൻകാല നടപടികളിലൊക്കെ അന്വേഷണ സംഘത്തിന് സംശയങ്ങളുണ്ടോ? ഇപ്പോൾ വന്നിരിക്കുന്ന ഡി മണിയുടെയും ശ്രീകൃഷ്ണന്റെയും ഒക്കെ മുൻകാല ഇടപാടുകളിലടക്കം അന്വേഷണ സംഘത്തിന് സംശയങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടോ? സ്വാഭാവികമാണ്. കാരണം അടിപിടി ദുരൂഹതയുണ്ട് എന്ന കാര്യം ഞാൻ മുഖവരിയായി പറഞ്ഞ കാര്യമാണ്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എപ്പോഴാണ് ശബരിമലയിൽ എത്തിയത്, ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ ഒരു ഹോട്ടലിൽ വെച്ച് ഇത്തരം ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് വിദേശത്തുള്ള ഒരു വ്യവസായി പറഞ്ഞിട്ടുള്ള മൊഴിയിൽ പറയുന്നത്. അതിലാണ് ഡി മണിയുടെ പേര് വരുന്നത്. തുടർന്നാണ് ദിണ്ടിക്കലിലെത്തി SIT സംഘം പരിശോധന നടത്തുന്നത്. അങ്ങനെ വർഷങ്ങളായിട്ടുള്ള ഇടപാട് ഉണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നു മുതലാണ് ശബരിമലയിൽ വന്നത്, അതുമുതൽ ഇടപാട് തന്നെയാണോ ഇത്തരത്തിലുള്ള വ്യവസായികളുമായും ഇങ്ങനെയുള്ള പണ ഇടപാടുമായും ബന്ധപ്പെട്ട ബന്ധങ്ങൾ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് വന്നതെങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട കണക്ഷൻ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശബരിമലയിൽ ഇയാളെ സഹായിച്ചതാരാണ്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി SIT സംഘം ശേഖരിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ ഇയാളെ പരസ്പരം ഇവർക്ക് തമ്മിൽ ബന്ധമുണ്ട് എന്ന പരിശോധന, ഫോൺ രേഖകൾ, അത്തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനകൾ അടക്കം പരിശോധിച്ചുകൊണ്ടാണ് SIT സംഘം ദിണ്ടിക്കലിലെത്തിയത്. അതുകൊണ്ട് ഈ ഡി മണി ആദ്യഘട്ടത്തിൽ ഇത് നിരസിക്കാനും തനിക്ക് അറിയില്ല, ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് അറിയില്ല എന്നും താൻ മറ്റൊരാളുടെ ഫോൺ ഉപയോഗിച്ചിരുന്നു, ആ ഫോണിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ SIT സംഘം തന്നെ തേടി വന്നത് എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ ഡി മണി പറഞ്ഞത്. പക്ഷേ അതല്ല വസ്തുതകൾ. അദ്ദേഹം തന്നെ SIT സംഘം അന്വേഷിച്ചു പോയ ആൾ തന്നെയാണ് ഈ ദിണ്ടിക്കലിലുള്ള ഡി മണി എന്നും അദ്ദേഹത്തിനാണ് ഇത്തരത്തിലുള്ള ഇടപാടുകൾ ഉള്ളത് എന്നുള്ള സൂചനകളാണ് ലഭിച്ചത്. അതുകൊണ്ട് ദുരൂഹതയുണ്ട്. ഒപ്പം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ ദ്വാരപാല ശില്പങ്ങൾ പോയി എന്ന തരത്തിൽ കാണാനില്ല എന്ന പരാതി ആദ്യം മാധ്യമങ്ങൾക്ക് നൽകുന്നു. തുടർന്ന് അതിൻ്റെ അന്വേഷണം നടത്തുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ അത് കണ്ടെടുത്തുന്നു. തുടർന്ന് നടത്തിയുള്ള ദുരൂഹത മുതൽ അത് എന്തുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന് മുമ്പ് ഏകദേശം കൃത്യം 5 ദിവസത്തിന് മുമ്പ് ഇങ്ങനെ ഉണ്ണികൃഷ്ണ പോറ്റി തന്നെ ഇത് വിശദാംശങ്ങൾ പുറത്തു വരുന്നു. തുടർന്ന് കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഇതിലൊക്കെ തന്നെ ബന്ധപ്പെട്ട് നടക്കുന്ന എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരൂഹതകൾ ഇതിന് പിന്നിലുള്ളത്. ഒപ്പം തന്നെ പ്രതിപക്ഷവും BJP ഒക്കെ തന്നെ ആരോപണം ഉന്നയിക്കുന്നു, പലതരത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു. ആ ചിത്രങ്ങൾ തന്നെ ഫേക്കായി AI സാങ്കേതിക വിദ്യ അനുസരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. രണ്ടാമതാണ് ഈ ഉണ്ണികൃഷ്ണ പോറ്റി എന്നാണ് ശബരിമലയിൽ എത്തിയത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആവുന്ന കാലഘട്ടത്തിൽ. അങ്ങനെ ആ ഘട്ടത്തിൽ എങ്ങനെയാണ് അടൂർ പ്രകാശ് സോണിയാഗാന്ധിക്കൊപ്പം ഈ സോണിയാഗാന്ധിയെ കാണുന്നതിന് വേണ്ടി അവിടെ ഇയാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയത്, അവിടെ വെച്ചുള്ള ചിത്രങ്ങൾ പുറത്തു വരുന്നു, ആൻ്റണിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ തുടർച്ചയെ സംബന്ധിച്ച് പലതരത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ, വലിയ തരത്തിലുള്ള വമ്പൻ
ഈ വിദേശത്തേക്ക് അടക്കം വരുന്ന അമൂല്യ നിധി ശേഖരങ്ങളടക്കം കടത്തുന്ന വലിയ കണ്ണിയിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അയാൾക്ക് ശബരിമലയിൽ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തത് ആരുടെ സർക്കാരിൻ്റെ കാലത്താണ്, ആരാണ് രാഷ്ട്രീയ അഭയം നൽകിയത് എന്ന തരത്തിലേക്കുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് വിവാദങ്ങൾ വേറൊരു തരത്തിലേക്ക് മാറുകയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമമായിരുന്നു കോൺഗ്രസ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. പക്ഷേ പുതിയ ചിത്രങ്ങൾ വന്നപ്പോൾ അടൂർ പ്രകാശ് പ്രതിക്കൂട്ടിലാകുന്നു, ആന്റണി പ്രതിക്കൂട്ടിലാകുന്നു, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് തന്നെ മറുപടി പറയേണ്ടി വരുന്നു. അതുകൊണ്ട് ഈ ദുരൂഹതകൾ ചുരുളഴിക്കുക എന്ന് തന്നെയാണ് SIT സംഘത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് നിയമപരമായ നടപടികളുമായി അവർ മുന്നോട്ട് പോകുന്നു. അതിനി കാത്തിരുന്ന് കാണേണ്ടതാണ്. ആരാണ് ഡി മണി, ആരാണ് MS മണി, ആരാണ് ഈ ശ്രീകൃഷ്ണൻ, ഈ പറയുന്ന വിദേശത്തുള്ള വ്യവസായി ഇത് നൽകിയ മൊഴിയുടെ വസ്തുത എന്താണെന്നൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ പൂർണ്ണമായി SIT സംഘത്തിന്റെ കർശനമായ നിരീക്ഷണത്തിലും പരിശോധനയിലും വ്യക്തമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മനു.